തീവണ്ടിക്കുള്ളിലാണെങ്കിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരാൾ ഒരു RPF തന്നെ ആക്രമിച്ചിരിക്കുന്നു. അതെവിടെയാണ് സംഭവിച്ചത്? അത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ നമുക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു. RPF തന്നെ യാത്രക്കാർ ആക്രമണം നടത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുകയാണ്. അയാളെ പിടികൂടിയോ ഇപ്പോൾ? അരുൺകുമാർ, അയാളെ ഇന്നലെ തന്നെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ ധനേഷ് എന്ന റെയിൽവേ ജീവനക്കാരനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. എനിക്ക് പുറകിൽ കാണുന്നതാണ് സ്ത്രീകളുടെ വിശ്രമമുറി. അതിന് മുമ്പിലുള്ള ആ ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ ധനേഷ് എന്ന ചെറുപ്പക്കാരൻ. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും മൊബൈൽ ഫോണും ഒക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് എടുത്ത് അയാളുടെ കൈവശം കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ RPF ഉദ്യോഗസ്ഥന് നേരെ ഈ ധനേഷിന്റെ അതിക്രമമുണ്ടായത്. അതിക്രൂര മർദ്ദനമാണ് ഉണ്ടായത് അരുൺകുമാർ. അയാളുടെ യൂണിഫോം വലിച്ചു കീറി, അതായത് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം വലിച്ചു കീറി, കയ്യിൽ കടിച്ച് പരിക്കേൽപ്പിച്ചു. ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ടായിരുന്ന ഉപകരണങ്ങൾ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. പരിക്കേറ്റ RPF ഉദ്യോഗസ്ഥനായ ശശിധരൻ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാളുടെ കൈക്ക് പരിക്ക് പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഗുരുതരമായ ഒരു കാര്യം, RPF ഉദ്യോഗസ്ഥന് നേരെ തന്നെ ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാൾ റെയിൽവേ ജീവനക്കാരനാണ്, മുൻ സൈനികനാണ് എന്നുള്ള കാര്യം കൂടി നിലവിൽ ഇപ്പോൾ റെയിൽവേ പോലീസ് SHO നൽകിയ പ്രതികരണത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മുൻ സൈനികനായ ഒരു റെയിൽവേ ജീവനക്കാരൻ, അയാൾ കാസർഗോഡെ ഒരു റെയിൽവേ ഗേറ്റ് കീപ്പറാണ്. അയാൾ അവിടെ ജോലി ചെയ്യുകയാണ്. ഇവിടെ നിന്ന് അയാൾ കാസർഗോഡേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണി സമയത്ത് ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളുടെ വിശ്രമ മുറിക്ക് മുൻവശത്താണ് ഇയാൾ കിടന്നിരുന്നത്. അവിടെ വെച്ചാണ് ഈ രീതിയിലുള്ള പ്രകോപനം ഒരു RPF ഉദ്യോഗസ്ഥന് നേരെ തന്നെ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്.